പോരാട്ടച്ചൂടിൽ ഡൽഹി. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്നു എന്ന പ്രസ്താവനയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവ് നൽകണം. രാത്രി 8 മണിക്ക് മുൻപായി തെളിവ് നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. ER രാഗേഷ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, ഈ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോഴേക്കും ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുന്നു. അതിനിടെ പ്രസ്താവിക്കുന്ന ഓരോ കാര്യങ്ങളും വിവാദമാവുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ യമുന നദിയിൽ വിഷം കലർത്തുന്നു എന്ന കേജ്രിവാളിന്റെ ആരോപണം. അത് അദ്ദേഹത്തെ എത്രത്തോളം കുരുക്കിലാക്കുന്നുണ്ട്? തെളിവ് കൊടുത്തില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് വലിയ ദോഷം ചെയ്യില്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും യമുന നദി തെരഞ്ഞെടുപ്പ് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം മുതൽ BJPയും കോൺഗ്രസും കേജ്രിവാളിനെതിരെ ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചത് 2020 ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു യമുന നദി ശുചീകരിക്കുമെന്നുള്ളത്. എന്നാൽ അതുണ്ടായില്ല എന്ന ആരോപണം ആദ്യം മുതൽ തന്നെ BJPയും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാൾ യമുന നദിയിൽ വിഷാംശം കലർത്തുന്നു ഹരിയാന സർക്കാർ എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇതാണിപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്, ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇതിൽ BJPയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ ഏതായാലും കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനോട് തെളിവ് നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് 8 മണിക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ നൽകണമെന്നാണ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും കേജ്രിവാൾ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നാണ് ഇനി അറിയാനുള്ളത്. കാരണം കേജ്രിവാൾ ആരോപിച്ച പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിലേക്ക് യമുന നദി വഴി വെള്ളമെത്തുന്നത് UPയിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ്. എന്നാൽ ഹരിയാനയിൽ നിന്ന് ഇത്തരത്തിൽ വിഷാംശം കലർത്തുന്നു. അത് ഡൽഹി ജനങ്ങളെ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ ഏത് വിധേനയും പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്ന ആരോപണമാണ് കേജ്രിവാൾ ഉന്നയിച്ചത്. എന്നാൽ എന്ത് വിഷാംശമാണ് എന്ന് പറയാൻ കേജ്രിവാൾ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഡൽഹി മുഖ്യമന്ത്രി അതിഷി ഇതിൽ തൊട്ടു പിന്നാലെ കേജ്രിവാളിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ വിഷാംശം എന്നതിന് പകരം അമോണിയ കലർത്തുന്നുവെന്ന വാദം അതിഷി ആവർത്തിക്കുകയും ചെയ്തു. അത് ഒരു പരിധിവരെ യാഥാർത്ഥ്യവുമാണ്. കാരണം യമുന നദിയിൽ ഡൽഹിയിലേക്ക് വെള്ളം കണ്ടാൽ അറിയാം ഇത്തരത്തിൽ വ്യാവസായിക മാലിന്യങ്ങളൊക്കെ തന്നെ കടന്ന വെള്ളമാണ് ഡൽഹിയിലെത്തുന്നത്. അത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ അതിഷി അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. കാരണം ഡൽഹിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾക്ക് താങ്ങാവുന്ന അപ്പുറം ഏതാണ്ട് 7 മടങ്ങാണ് ഇത്തരത്തിൽ വ്യാവസായിക മാലിന്യം തള്ളുന്നത്. അത് ഹരിയാന സർക്കാരാണ് എന്ന ആരോപണമാണ് അതിഷിയും ഉന്നയിക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യം അതിഷിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും നടത്തുകയും ചെയ്തു. ഏതായാലും കേജ്രിവാളിന്റെ ആരോപണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇക്കാര്യം തെരഞ്ഞെടുപ്പ് റാലിയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ഏത് വിഷമാണ് കലർത്തുന്നതെന്ന് പറയാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകണം. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നാണ്. മാത്രമല്ല ലഫ്റ്റനന്റ് ഗവർണറുമായി സർക്കാർ പല വിഷയങ്ങൾ പോരുള്ളതാണ്. ലഫ്റ്റനന്റ് ഗവർണറും ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇന്നലെ സന്ദീപ് ദീക്ഷിത് ലഫ്റ്റനന്റ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടണം, കേജ്രിവാളിന്റെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ അതിഷിക്ക് കത്തയക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഇടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലും പരാമർശങ്ങൾ. മാത്രവുമല്ല ഇത്തരത്തിൽ 2 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇത്തരം പ്രതികരണം പാടില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണർ നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയ വിഷയമായി യമുന നദി മാറിയിരിക്കുകയാണ്. ഏതായാലും കേജ്രിവാൾ ഇനി എന്തായിരിക്കും നിലപാട് സ്വീകരിക്കാൻ നിർണായകമാണ്. 8 മണിക്കാണ് കേജ്രിവാൾ മറുപടി നൽകേണ്ടത്. 8 മണിക്ക് മുൻപാണ് കേജ്രിവാൾ മറുപടി നൽകേണ്ടത്. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹി മണ്ഡലത്തിലേക്ക് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശ്രദ്ധ കൂടുതലായി പോകുന്നത്. ഇന്നത്തെ ദിവസം കേജ്രിവാളിന് വളരെ വളരെ നിർണായകമായിരിക്കും. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ 3ാമതാകുമെന്ന് BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം കേജ്രിവാൾ ഒന്നും ചെയ്തില്ല. വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് കേജ്രിവാളിനെതിരെ സ്ഥാനാർത്ഥിയായതെന്നും ജയമുറപ്പാണെന്നും പർവേഷ് വർമ്മ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ന്യൂഡൽഹിയിലെ BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. So the campaign entered into last phase. How much confident you are? I am 1000% confident because I am getting very good support from public. Each voter here wants a change now because Arvind Kejriwal has done nothing in last 11 years. He has done nothing even for the lower class. He has not spent his MLA fund money also. So I am 100% confident. I have to do whatever my party decides. I am a true soldier of my party. So whatever they think about me, I will follow. Why you chose New Delhi? Because
BJP's track record is not so good. Earlier Sheila Dikshit, now Arvind Kejriwal. See, I like challenges. So when party told me to fight from here, so I accepted that challenge, and we will win this seat. Is Delhi heading to a triangle contest or a bipolar contest between Aam Aadmi Party and BJP? See, Arvind Kejriwal is coming third now. He will lose his deposit, and all India will see that whatever they think about Arvind Kejriwal, he will lose this election. BJP campaign to focus only on Sheesh Mahal or alleged AFP engagement. Corruption No. engagement. We have come out with our manifesto also, and our manifesto includes every community in the society, all the section in the society. We have said so many welfare schemes about women, youth, about Delhi development, to make Yamuna river front. So we are committed for this. തീർച്ചയായും വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കും, 100% ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ന്യൂസ് 8 പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ന്യൂഡൽഹിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 8. ജിമ്മുകളിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പരിശോധന സംസ്ഥാനത്ത് നടന്നിരുന്നു. അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിനുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധനകൾ നടത്തിയത്. 50 ജിമ്മുകളിൽ നിന്നായി 1.5 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുത്തു. ഉത്തേജക മരുന്നുകൾ അനധികൃതമായി ഉപഭോക്താക്കൾക്ക് നൽകുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. നിയമം ലംഘിച്ച ജിമ്മുകൾക്കെതിരെ കേസെടുത്ത് കർശന നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ജിമ്മുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ പരിശോധനയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരം പ്രത്യാഘാതങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ജിമ്മിൽ പോകുന്ന നമ്മളിൽ ഓരോരുത്തരുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് വളരെ പ്രകടമായ ഒരു വ്യത്യാസം കാണണമെന്നാണ്. വളരെ കാണുന്നവർ പെട്ടെന്ന് മാറിയല്ലോ എന്നൊക്കെ ചോദിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകളൊക്കെ തരുമ്പോൾ ചിലപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ എടുത്ത് ശരീരം ഫിറ്റാക്കാനാണ് ശ്രമിക്കുക. ഈ വിഷയത്തിൽ നമ്മളോട് വിശദമായി തന്നെ സംസാരിക്കാനുള്ളത് ഫിറ്റ്നസ് എക്സ്പേർട്ടും ഒരു ജിം ഓണറും ട്രെയിനറും ഒക്കെയായ ശ്രീയ അയ്യരാണ്. ഗുഡ് മോർണിംഗ് ശ്രീയ. ഈ പറയുന്ന പോലെ അല്ലെ ശ്രീയ, ജിമ്മിലേക്ക് വരുന്ന ഒരാളുടെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നാണ്. പക്ഷേ ഇത്തരം മരുന്നുകൾ ഇതിനെ രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, ഇത് പ്രൊഫഷണലായി ഈ കാര്യം ചെയ്യുന്ന ആളുകൾ. 2, ഈ ജിമ്മിൽ വന്ന് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ. ഇത്തരം ഈ പരിശോധനയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രേയക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? ഇത് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഉത്തേജകം മരുന്ന് ലൈക്ക് ബാൻഡ് സബ്സ്റ്റൻസസ് എന്ന് പറയും, നമ്മളെ പെർഫോമൻസ് എൻഹാൻസേഴ്സ് എന്ന് പറയും. ഇതിനെ ആക്ച്വലി കോമൺ പീപ്പിളിനെ എത്തിക്കുന്ന ലോ ലൈക്ക് പൈസ കച്ചവടം മാത്രമായിട്ട് തിങ്ക് ചെയ്യുന്ന ട്രെയിനേഴ്സിനെയും ജിം അധികൃതർ ലൈക്ക് അവരെയൊക്കെ ഞാൻ ഇതിൽ എഗെയിൻസ്റ്റ് പറയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ സീസൺ ആണ്. ഞാനൊരു ബോഡി ബിൽഡിംഗ് അസോസിയേഷനിലെ ഒരു ജഡ്ജും കൂടിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സീസൺ തുടങ്ങിയിരിക്കുകയാണ്, നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് ഇതുപോലത്തെ ഒരു സബ്സ്റ്റൻസസിന്റെ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഒത്തിരി ബാധിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് വേൾഡ് വരെ പോയ ബോഡി ബിൽഡേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് അഭിമാനമായ ഒത്തിരി ബിൽഡേഴ്സ് ഉണ്ട്. അപ്പം അതുപോലെ കുറെ ബിൽഡേഴ്സ് ഇപ്പൊ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലത്തെ ഒരു സബ്സ്റ്റൻസസ് നമുക്ക് വിഷമം വരുന്നുണ്ട്.